Welcome to BSc Physics Main, Semester 6, Paper 3 Optics, 41st lecture, Unit 5. It is 5. Lasers. Now we start. It is Unit 5. You correct as Unit 5. Lasers. Now 3 interactions first. It is Unit 5. So today we start a new unit, a very important unit called the lasers. Lasers. What is laser? Laser is a beam of light, and we give a definition in the following manner. It is a device that produces an intense beam of monochromatic, coherent, and unidirectional light of tremendous energy which can annihilate anything near or far. It is the legendary death ray. Laser means light amplification by stimulated emission of radiation. I shall read it again. The definition of a laser. It is a device that produces an intense beam of monochromatic, coherent, and unidirectional light of tremendous energy which can annihilate anything near or far. It is the legendary death ray. Laser means light amplification by stimulated emission of radiation. ഇപ്പോൾ ലേസർ എന്ന് പറഞ്ഞാൽ ഒരു ബീമാണ്, പക്ഷെ നമ്മൾ ഒരു ഡെഫിനിഷൻ്റെ സൗകര്യത്തിന് വേണ്ടി ഒരു ഡിവൈസ് എന്ന് പറയാം. ഡിവൈസ് ഒരു കൊട്ടേഷനകത്താണ്, ഡിവൈസ് അല്ല. ഇറ്റ് ഇസ് ആൻ ഇൻറ്റൻസ് ബീം, വളരെ ശക്തമായ ലൈറ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതൊരു ഡിവൈസ് എന്നൊരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്, ഒരു വാക്ക് അതിനെ പ്രയോഗിക്കുന്നത് മാത്രം. അതെന്താണത്? ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻറ്റൻസ് ബീം, ശക്തമായ ബീമാണ്. മോണോക്രോമാറ്റിക്, കൊഹറന്റ്, യൂണിഡയറക്ഷണൽ ആയിട്ടുള്ള ഇൻറ്റൻസ് ബീമാണ്. അത് പോകുന്ന വഴിക്ക് അതിന് ട്രമൻഡസ് എനർജിയാണ്, അതിഭീമമായ എനർജിയാണ്. അത് പോകുന്ന വഴിക്കുള്ള എല്ലാ വസ്തുക്കളെയും അനിഹിലേറ്റ് ചെയ്യാൻ, ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഇസ് എ ലെജൻഡറി ഡെത്ത് റേ. ഇതിഹാസങ്ങൾക്ക് പറയുന്ന മരണകിരണം എന്ന് പറഞ്ഞ ലേസറാണ്. അതായത് നമ്മളിപ്പോൾ ശിവ ലേസർ എന്ന് കേട്ടുകയാണ് നിങ്ങൾ. ഈ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്ന് വരുന്നത് ഇത്തരം ഒരു കിരണമാണെന്ന് പറയും. ലേസർ കണ്ടുപിടിച്ചത് 1960-ലാണ്. പക്ഷെ എത്രയോ വർഷങ്ങൾ, അല്ലെങ്കിൽ പുരാണങ്ങൾ, 5000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പുരാണങ്ങളിൽ പോലും ഇത്തരം ഒരു സങ്കല്പം മനുഷ്യനുണ്ടായിരുന്നു. ഇപ്പോൾ ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് ലേസറായിട്ട് വേണമെങ്കിൽ ഇപ്പം പറയാവുന്നതാണ്. അപ്പോൾ സങ്കല്പം മനുഷ്യൻ്റെ, ഈ ആശയം മനുഷ്യൻ്റെ ഉള്ളിൽ പണ്ട് മുതലേ ഉണ്ട്. അത് പ്രാവർത്തികമാക്കിയത് 1960-ലാണ്. TH മെയ്മാൻ ലേസർ കണ്ടുപിടിച്ചതോടെയാണ്. അപ്പോൾ വളരെ ശക്തമായ ബീമാണ്. അത് പോകുന്ന വഴിക്കുള്ള ഏതിനെയും കത്തിച്ച് ചാമ്പലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. ഇറ്റ് ഈസ് എ ബീം ഓഫ് ട്രമൻഡസ് എനർജി which can annihilate anything near or far. ഇറ്റ് ഈസ് ദ ലെജൻഡറി ഡെത്ത് റേ. ലെജൻസ്, ഇതിഹാസങ്ങളിൽ പറയുന്ന ഡെത്ത് റേ. ലേസർ ഒരു അബ്രീവിയേഷൻ കൂടിയാണ്, ഒരു ചുരുക്കപ്പേരാണ്. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. ഇവിടെ ആ ലൈറ്റിൻ്റെ എല്, ആംപ്ലിഫിക്കേഷൻ എ, സ്റ്റിമുലേറ്റഡ് എസ്, എമിഷൻ്റെ ഇ, റേഡിയേഷൻ്റെ ആർ ചേർത്ത് വായിക്കുക. അപ്പോൾ ലേസർ എന്ന് കിട്ടും. ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അപ്പം ഇത് ഈ സ്റ്റിമുലേറ്റഡ് എമിഷനാണ് ലേസർ ആക്ഷൻ്റെ പ്രിൻസിപ്പിൾ. സ്റ്റിമുലേറ്റഡ് എമിഷനാണ് ലേസർ ആക്ഷൻ പ്രിൻസിപ്പിൾ. അത് മനസ്സിലാക്കാൻ നമ്മൾ 3 ഇൻട്രാക്ഷൻസ് പഠിക്കണം. 3 ഇൻട്രാക്ഷൻസ്. ഈ മാറ്റർ റേഡിയേഷനുമായിട്ട്, മാറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ലോകത്തെ, പ്രകൃതിയെ കാണുന്ന 2 രൂപത്തിലാണ്. ഒന്ന് മാറ്ററായിട്ടും മറ്റത് റേഡിയേഷനായിട്ട്. ഒന്ന് ആറ്റം അല്ലെങ്കിൽ ഇലക്ട്രോൺ പ്രോട്ടോണായിട്ടും, മറ്റത് റേഡിയേഷൻ ഫോട്ടോണായിട്ടാണ് കാണുന്നത് ഈ ലോകത്തെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ, നേച്ചറിൻ്റെ 2 മാനിഫെസ്റ്റേഷനാണ് മാറ്റർ, റേഡിയേഷൻ. അല്ലെങ്കിൽ ഇലക്ട്രോൺസ്, ആറ്റംസ് എന്ന് പറയുന്നതും ഈ ഫോട്ടോൺസ് എന്ന് പറയുന്നത്. ഇവ തമ്മിൽ 3 തരം ഇൻട്രാക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. 3 interactions. What are the 3 interactions? Between matter and radiation, there are 3 possible interactions. They are 1 absorption, 2 spontaneous emission, and 3 stimulated emission. And the last one, stimulated emission, is the principle of laser. അതായത്
മാറ്ററും റേഡിയേഷൻ തമ്മിൽ 3 ഇൻട്രാക്ഷൻ ഉണ്ട്. ഈ പറയുന്നതാണ് അബ്സോർപ്ഷൻ, സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ. അതിൽ ലാസ്റ്റ് പറയുന്നതാണ് ലേസറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ലേസർ പ്രിൻസിപ്പിൾ. സോ വി ക്യാൻ സീ വൺ ബൈ വൺ വാട്ട് ഈസ് അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ ഈസ് ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റ് ഹിയർ. അബ്സോർപ്ഷൻ നമ്മളൊരു പടം വരച്ച് കാണിച്ചിരിക്കുകയാണ് ഇവിടെ. നോക്കിക്കേ, ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ബിഫോർ അബ്സോർപ്ഷൻ, റൈറ്റ് സൈഡിൽ ആഫ്റ്റർ അബ്സോർപ്ഷൻ. ഇവിടെ 2 അറ്റോമിക് ലെവൽ കാണിച്ചിരിക്കുകയാണ്, W1 W2. W1 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ്, ലോവർ സ്റ്റേറ്റ് എന്ന് പറയും, ലോവർ എനർജി സ്റ്റേറ്റ്. W2 എക്സലന്റ് സ്റ്റേറ്റ്, ഹയർ എനർജി സ്റ്റേറ്റിന് എക്സലന്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു കളക്ഷൻ ഓഫ് ആറ്റം എടുത്താൽ നമുക്കറിയാം അവിടെ നമ്പർ ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. അതെല്ലാം കൂടി ഇവിടെ സൗകര്യത്തിന് നമ്മളൊരു എക്സൈറ്റഡ് വിചാരിക്കുക. അപ്പോൾ 1 ഗ്രൗണ്ട് സ്റ്റേറ്റ്, ആ ഒരു 1 എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇവിടെ കാണിച്ചിരിക്കുക. ഒരു ആറ്റമാണ് താഴെ നമ്മൾ സർക്കിൾ വരച്ച് കാണിച്ചിരിക്കുന്നത്, ആറ്റം. അപ്പോൾ അവിടെ അങ്ങോട്ടൊരു ഫോട്ടോൺ വരികയാണ്. ഫോട്ടോൺ എന്ത് ചെയ്യും? ഈ ആറ്റത്തെ കൊളൈഡ് ചെയ്യുമ്പോൾ ആറ്റത്തിനെ അബ്സോർബ് ചെയ്തിട്ട് എനർജി സ്വീകരിച്ചിട്ട് ആറ്റം മുകളിലോട്ട് പോകും. ഫോട്ടോൺ ഇപ്പുറത്തില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ. If a photon of suitable frequency falls on the atomic system, the atoms falls the atomic system, the atoms in the ground state W1 absorb the photon and go to the excited state W2. By the energy conservation principle, it can be written that W1 plus H2 is W2. അതാണ് അബ്സോർപ്ഷൻ ഇക്വേഷൻ. അതായത് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ആറ്റം ആൾറെഡി ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അപ്പോഴാണ് ഒരു ഇൻസിഡന്റ് ഫോട്ടോൺ വരുന്നത്, ഇൻട്രാക്ട് ചെയ്യും. ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ ആറ്റം ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യും. ആ പ്രോസസ്സിനെ നമ്മൾ അബ്സോർപ്ഷൻ എന്ന് വിളിക്കും. അബ്സോർപ്ഷന്റെ ഫലമായിട്ട് ഈ ആറ്റം എക്സൈറ്റഡ് സ്റ്റേറ്റ് W2ലേക്ക് പോകും. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ഫോട്ടോണിനെ കാണില്ല. അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നതിനെ വിളിക്കുന്നവരെ അബ്സോർപ്ഷൻ. അപ്പൊ അവിടെ നമുക്ക് എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. എന്താ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ? എനർജി ബിഫോർ ഈസ് ഈക്വൽ ടു എനർജി ആഫ്റ്റർ എന്ന് പറയുന്നതാണ്. അപ്പൊ എനർജി കണക്കൂട്ടുമ്പോൾ ആറ്റം എവിടെ ഇരിക്കുന്നു ആ ലെവൽ എനർജി വേണം പരിഗണിക്കാൻ. ആറ്റം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ഗ്രൗണ്ടിലാണ്, അപ്പൊ W1 എടുക്കണം. വരുന്ന ഫോട്ടോൺ എനർജി H2 എടുക്കണം. അപ്പൊ അതാണ് ടോട്ടൽ എനർജി ബിഫോർ ഇൻട്രാക്ഷൻ, ബിഫോർ അബ്സോർപ്ഷൻ. ഇപ്പുറത്ത് നോക്കിയാൽ ആറ്റം ഇരിക്കുന്ന എക്സൈറ്റഡിലാണ്. അപ്പോൾ W2 മാത്രമേ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ W1 plus H2 is W2. That's the equation. ആ ഇക്വേഷൻ ഒന്നുകൂടി നമ്മൾ റീഅറേഞ്ച് ചെയ്യും. എന്നിട്ട് ഈ ഫ്രീക്വൻസി ഫോട്ടോൺ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് H nu. നമ്മൾ W1 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകും. H nu is W2 minus W1. Nu is W2 minus W1 by H. Equation number 1. This gives the frequency of the absorbed photon. ഇതാണ് അബ്സോർബ്ഡ് ഫോട്ടോണിന്റെ ഫ്രീക്വൻസി, ദ ഫ്രീക്വൻസി ഓഫ് ദി അബ്സോർബ്ഡ് ഫോട്ടോൺ. ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നത് പിന്നെ സ്പോണ്ടേനിയസ് എമിഷൻ ആണ്. സ്പോണ്ടേനിയസ് എമിഷൻ സ്പോണ്ടേനിയസ് എമിഷനാണ് കാണിക്കുന്നത്. ഇപ്പൊ സ്പോണ്ടേനിയസ് എമിഷൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കി. അതിനകത്ത് ഇവിടെ ബിഫോർ സ്പോണ്ടേനിയസ് എമിഷനകത്ത് ആറ്റം ഓൾറെഡി എക്സൈറ്റഡ് ആണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ആറ്റം ഇല്ല. ആ ആറ്റം റൈറ്റ് സൈഡിൽ ആറ്റം ഗ്രൗണ്ടിലേക്ക് പോരും, ഉടനെ അതിനകത്തുള്ള ഫോട്ടോൺ എമിറ്റ് ചെയ്യും. ഇങ്ങനെ ആറ്റം സ്പോണ്ടേനിയസ് ആയിട്ട് ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ് എമിഷൻ. The atom in the excited state has the tendency to go back to the ground state. Go back to the ground state, which is the most stable state. During the process, a photon is emitted.
So we are saying the spontaneous emission. അപ്പോൾ ഈ എക്സൈറ്റഡ് ഇരിക്കുന്ന ആറ്റം ഗ്രൗണ്ടിലേക്ക് പോരും. ഈ ഗ്രൗണ്ടാണ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ്. ഡ്യൂറിങ് ദിസ് പ്രോസസ് എ ഫോട്ടോ ഇസ് എമിറ്റഡ് ബൈ എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ദാറ്റ്. പടത്തിൽ നോക്കുക, W2 ആണ് ആദ്യം ഉള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ W1 പ്ലസ് H nu. H nu രണ്ടാമത്തെ കേസിലാണ് ഫോട്ടോ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ H nu കാണുമ്പോൾ H nu ഈസ് W2 മൈനസ് W1, nu ഈസ് W2 മൈനസ് W1 ബൈ H. ഇക്വേഷൻ നമ്പർ 2. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. The same equation. Hence the frequency of the spontaneously emitted photon. So one thing is evident. The frequency of the absorbed photon and the frequency of the spontaneously emitted photon is same. The two frequencies are same. Now we can see stimulated emission, and it is very important. Stimulated emission, it is marked in the margin, important. It is a principle of laser. It is also called laser action, laser action. അപ്പോൾ ലേസർ ആക്ഷൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന പടം നോക്കിയേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബിഫോർ സ്റ്റിമുലേറ്റഡ് എമിഷൻ, റൈറ്റ് സൈഡിൽ ആഫ്റ്റർ സ്റ്റിമുലേറ്റഡ് എമിഷൻ. ആറ്റം ഓൾറെഡി ഇൻ ദ എക്സൈറ്റഡ്. അപ്പോഴാണ് ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോൺ അവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഇൻസിഡൻറ്റ് ഫോട്ടോൺ ഈ എക്സൈറ്റഡിലുള്ള ആറ്റമിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ആറ്റം അതിനകത്തുള്ള ഫോട്ടോൺ കൂടി പുറത്തേക്ക് വിടും. അപ്പോൾ രണ്ട് ഫോട്ടോൺ വരും. അവ രണ്ടും ഒരേ ഫേസിലാണ്, ഒരേ ഡയറക്ഷനിലാണ്. ഈ രണ്ട് ഫോട്ടോൺ ഒരു ആശയം മാത്രമാണ്. ഇവിടെ പുറത്തോട്ട് വരുന്നത് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആറ്റമായിരിക്കും. അതിൻ്റെ കാരണം എക്സൈറ്റഡിൽ കോടിക്കണക്കിന്, ലക്ഷക്കണക്കിന് ആറ്റംസ് കാണും. ആ ആറ്റംസ് എല്ലാം കൂടി സൈമിൾട്ടേനിയസ് ആയിട്ട് അതിൻ്റെ ഫോട്ടോൺസ് എമിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് വരുന്നത് ഈ രണ്ട് ഫോട്ടോൺസ് അല്ല, ഇറ്റ് ഈസ് തൗസൻഡ്സ് ഓഫ് ഫോട്ടോൺസ്. അത് ലേസറായിട്ട് മാറും എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ നോക്കുക. ഇഫ് എ റേഡിയേഷൻ ഓഫ് appropriate frequency, you read as appropriate frequency. If a radiation of appropriate frequency falls on the atomic system, അവിടെ ഒരു രണ്ട് അക്ഷരം മുറിഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വായിക്കുന്നത് ശരിക്കും കേട്ടതാണ്. ഇഫ് എ റേഡിയേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ഫ്രീക്വൻസി ഫാൾസ് ഓൺ ദി അറ്റോമിക് സിസ്റ്റം, this radiation will stimulate the atoms in the excited state W2 to undergo a transition to the ground state W1. For this, the frequency of the stimulating photon, incident photon is also called stimulating photon, must be nu is equal to W2 minus W1 by H. നേരത്തെ ഉള്ള ഫ്രീക്വൻസി തന്നെ ആയിരിക്കണം. The atoms undergoing transition to the ground state will radiate the photons of the same frequency. All these photons will be in phase and have the same phase as that of the stimulating photon and move in the same direction. അപ്പോൾ ആറ്റം ആൾറെഡി ഇൻ എക്സൈറ്റഡ് ആണ്, അതിനകത്ത് ഫോട്ടോൺ ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻ്റ് ഫോട്ടോൺ വരുന്നത് അത് ഈ ആറ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യും. ആ ആറ്റം അതിൻ്റെ ഫോട്ടോൺ പുറത്തേക്ക് വിടും. ഈ രണ്ട് ഫോട്ടോണും ഒരേ ഫേസിലായിരിക്കും, സെയിം ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ എക്സൈറ്റഡിൽ ഒരാറ്റം എന്നുള്ള ഒരു ഐഡിയ മാത്രം. എക്സൈറ്റഡിൽ ഒരാറ്റത്തിന് പോലും thousands, lakhs of atoms. All these atoms will emit their photons and that will make a laser. Photons are emitted under stimulation, amplify one another. ഇങ്ങനെ ഉണ്ടാകുന്ന ഫോട്ടോൺസ് ആംപ്ലിഫൈ ചെയ്യും. The emission of radiation from an atomic system under stimulation by a radiation of appropriate frequency is called stimulated emission. That sentence is very important.
When you are asked to write a stimulated emission, this sentence is a must. The emission of radiation from an atomic system under stimulation by a radiation of appropriate frequency is called stimulated emission. I will read it once again. The emission of radiation from an atomic system under stimulation by a radiation of appropriate frequency is called stimulated emission. This is the principle of production of laser. So you study stimulated emission with special importance. So the questions are, question number 1, what are the 3 possible interactions between matter and radiation? Question number 2, explain stimulated emission. Stimulated emission, explain. That is all with the 41st lecture in optics. Laser, it is unit 5. The unit, the unit 1 is interference, unit 2 is diffraction, unit 3 polarization, unit 4 dispersion, and this is 5th unit, and that is lasers. That is all. Thank you very much.